മക്കളെ നിന്നെ പണ്ട് ഞാൻ കണ്ടതാണ്. ഇപ്പൊ നീ വളർന്നങ്ങ് സുന്ദരിയായല്ലോ. നിന്നെ ഞാൻ വിടൂലടി. അത് ഞാൻ ചെന്നൈയിലല്ലേ പഠിച്ച, അതുകൊണ്ടായിരിക്കും. മക്കളെ കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ? ഇല്ലമ്മേ, ഇനി നോക്കണം. പെണ്ണിന്റെ സൗണ്ട് ആപ്റ്റായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കണ്ടേ. മോളത്രയൊക്കെ പഠിച്ചതല്ലേ, ഇവനാ? സമയാകുമ്പോ എല്ലാം നടക്കും. ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ എവിടെ? ഞാൻ കുഞ്ഞിലേ കണ്ടിട്ടുള്ള. അമ്മേരെ സൗണ്ട് അല്ലാതെ വേറൊരു പെണ്ണോ? ആരെങ്കിലും കണ്ടു വച്ചിരിക്കണ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാരും അവരവരെ തന്നെ കണ്ടുപിടിക്കുന്നത്. എന്നാലും മക്കളങ്ങനെയല്ലല്ല. എന്താടാ അവിടെ? ചായ ആയോന്നറിയാൻ വന്നതാണ് അമ്മേ. നല്ലോണം കലക്കി ഒന്ന് എടുക്കട്ടെ മോനെ. ഇതാണ് എന്റെ മൂത്ത സന്താനം. നാട് പോലെ വളർന്നു, ഒരു പ്രയോജനവും ഇല്ല. ഇനി ഒരുത്തം കൂടി ഉണ്ട്, അവൻ പോത്തു പോലെ കിടന്നുറങ്ങും. നിന്റെ കൂട്ടുകാരൻ സജീവൻ നിൽക്കുന്നു. നിന്നെ കാണണമെന്ന് പറഞ്ഞു പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു എനിക്ക് അവിടെ ഇരിക്കട്ടെ. നിന്നെ ഞാൻ ഒരിക്കൽ നിർബന്ധിച്ച്, എന്തിനു രണ്ടു വട്ടം നിർബന്ധിച്ച്, ഉറങ്ങാനെന്താ? ഇനിയും നിർബന്ധിക്കണോ? പിന്നെ എണീറ്റ് പോ. എഴുതാങ്ങോട്ട് കൂട്ടുകാരൻ വന്നേക്ക് പണി പോടാ. രണ്ടിനെയും കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഇല്ല. രണ്ടും പൊട്ടന്മാര്. എന്താടാ അമ്മ? സജിയാ? യാത് സജി? ചേട്ടൻ പറഞ്ഞ സജി ഇവിടെ ഇതാണ് എന്റെ രണ്ടാമത്തെ സന്തതി. രണ്ടെണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. രണ്ടെണ്ണത്തിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇവിടെ സജിയൊന്നും ഇല്ല. ഇവിടെ ഒരുത്തനും വന്നില്ല. പൊയ്ക്കോ. ഇയാളൊന്ന് മറ്റേ തൊഴിൽ അടിക്കലട്ടാ. എന്നാ തള്ള നാണം കെടുത്തി അവിടെ സജി എങ്ങനെ ഉണ്ടായിരുന്നു? അതല്ല, എന്റെ കൂടെ ബിഎക്ക് പഠിച്ച സിന്ധുവിന്റെ മോളാണ്. എനിക്കൂടെ SBI ബാങ്കിൽ ജോലി കിട്ടി. ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അവള് നമ്മളോട് കാണും. ഇവിടെ അടുക്കളയുടെ ഭാഗത്താ, എന്റെ മുറിയിലടുത്താ. നിങ്ങളെ രണ്ടെണ്ണത്തിനെയും കണ്ടുപോകല്ലോ. രണ്ടെണ്ണത്തിന് കാല് ഞാടിച്ചൊടിക്കും.